ഇന്ന് ഞാൻ നല്ലൊരു ചൈനീസ് പാസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്ത കുട്ടികൾ പറയും വീണ്ടും വേണം. നമ്മൾക്ക് അതുപോലെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഞാൻ ഈ രീതിയിലുള്ള പാസ്തയാണ് എടുത്തത്. ഒന്ന് കഴുകിയെടുത്തു. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. അതൊന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ നല്ലവണ്ണം വെന്ത് കിട്ടി. ഇത് ഊറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കണം, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. ഇതിൽ ഞാൻ എണ്ണ അടുപ്പ് വെച്ചതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ സവാള ഉള്ളി കൂടി ചേർത്ത് കൊടുത്തു. നമ്മൾ ചൈനീസ് തയ്യാറാക്കുമ്പം വെളുത്തുള്ളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ നമ്മൾ ഇത് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ക്യാരറ്റ് ഇതുപോലെ നീളത്തിലരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തു. അതൊന്ന് സോഫ്റ്റായി വന്നപ്പം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. ഈ ക്യാപ്സിക്കമിന് മലയാളത്തിൽ എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ സിംല മിർച്ചി എന്ന് പറയും. അതൊന്ന് നല്ലവണ്ണം ഒന്ന് അടച്ചു വെച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം, ടൊമാറ്റോ സോസ്. ഇനി അതിലേക്ക് അല്പം ഷേസ്വാൻ ചട്നിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ വിനാഗിരി ഇതെല്ലാം പുളിയല്ലേ, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ, പുളി അധികം വരാതിരിക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി, ചോളപ്പൊടി, അതൊന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് കുറുകി വരുമ്പം ഇനി നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കഴിക്കുക. ഇങ്ങനെ അല്ലാതെ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് പാസ്ത മസാല. ഇത് ചൈനീസ് നമ്മൾ ഐറ്റംസ് എല്ലാം ഇതൊക്കെ ചേർത്തത് കൊണ്ട് ചൈനീസ് പാസ്ത എന്ന് പറയുന്നതിന്. ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. അല്പം കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ അല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് വളരെ ഇഷ്ടമാണ്. മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാലും ഞാൻ ഈ പുറത്തോടെ ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതോട് ചേർത്തെടുത്തു. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക.